ഇന്നത്തെ സമൂഹം വിവാഹം സുപ്രധാനമാണെന്നും രണ്ടു ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അവർ തങ്ങളുടെ പ്രത്യയശാസ്ത്രം ദൈവങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ യഥാർത്ഥ അമ്മ, പത്നി, വീട്, കുടുംബം അല്ലെങ്കിൽ ആരെങ്കിലും മറ്റെന്തെങ്കിലും കൃഷ്ണൻ കാര്യമാക്കുന്നില്ല. കാരണം അവൻ അവരെയെല്ലാം സ്നേഹിക്കുന്നു. അവനു വേണ്ടി സമയവും ശ്രദ്ധയും വാഗ്ദാനം ചെയ്യുന്നവരെ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവൻ സ്വമേധയാ സ്വീകരിക്കുന്നു. അതിനുദാഹരണമാണ് യശോദാമയ്യയും രാധാറാണിയും. രാധയെ ഒരിക്കലും തൻ്റെ പത്നിയാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവർ സ്നേഹമല്ലാതെ മറ്റൊരു ബന്ധവും പങ്കിടാത്തതിനാൽ അവൾ എന്നേക്കും അവൻ്റെ കാമുകിയാകുവാൻ ഉദ്ദേശിച്ചിരുന്നു. വിവാഹം ഉത്തരവാദിത്തങ്ങളും പ്രതീക്ഷകളും കൊണ്ടുവരുന്നു. അവരുടെ നിലവിലെ ബന്ധം അതിൻ്റേതായ രീതിയിൽ അതിശയകരമാണ്. പക്ഷേ രാധാകൃഷ്ണന്റെ ബന്ധം അതിൻ്റെയൊക്കെ മുകളിലാണ് നിലകൊള്ളുന്നത്. ഏതൊരു വ്യക്തികളെയും പോലെ വിവാഹം എന്ന വസ്തുതയാൽ അവർ ബന്ധിപ്പിക്കപ്പെടുന്നില്ല. അവർ പരസ്പരം സ്നേഹിക്കുന്നതിനാൽ എന്നേക്കും ഒരുമിച്ച് ജീവിക്കുന്നു.